നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കേരളത്തിൻ്റെ വിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. NDA നേതാവിൻ്റെ വസതിയിൽ രഹസ്യ സന്ദർശനം നടത്തി VD സതീശൻ. ഒപ്പം സ്വർണ്ണപ്പാളി കേസിൽ പോലീസ് ചോദ്യം ചെയ്തയാളും. ഇടതുമുന്നണി പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തുടർഭരണം ഉണ്ടാകും TP രാമകൃഷ്ണൻ. വോട്ടെണ്ണൽ കൃത്യതയോടെ നടത്തണം. വീഴ്ചയുണ്ടായാൽ നടപടിയുണ്ടാകും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധന. കേന്ദ്ര നിയമം തിരുത്തപ്പെടണം. പാചകവാതക വില വർധനവർക്കെതിരെ മുഖ്യമന്ത്രി. കണ്ണൂരിൽ നടക്കിയ വാഹനാപകടം ദുരന്തം. ഊട്ടി യാത്രയിൽ 3 പേർക്ക് ദാരുണാന്ത്യം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരളത്തിൻ്റെ വിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. 9 മണിയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 140 റിട്ടേണിംഗ് ഓഫീസർമാരും 1340 അഡീഷണൽ റിട്ടേണിംഗ് ഓഫീസർമാരും 4208 സൂക്ഷ്മ നിരീക്ഷകരും 4208 കൗണ്ടിംഗ് സൂപ്പർവൈസർമാരും 5563 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരും ഉൾപ്പെടെ ആകെ 15465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണലിൻ്റെ ഭാഗമാകുന്നത്. പോസ്റ്റൽ ബാലറ്റുകൾ മുതൽ എണ്ണിത്തുടങ്ങുന്ന ഫലപ്രഖ്യാപനം എങ്ങനെയാണെന്ന് അറിയാം. ആദ്യം സ്ട്രോങ് റൂം തുറക്കൽ. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ രാവിലെ 7 തുറക്കും. തത്സമയ വീഡിയോ റെക്കോർഡിംഗ് ആ സമയം ഉണ്ടാകും. പിന്നീട് എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക. 500 പോസ്റ്റൽ ബാലറ്റിനെ ഒന്നെന്ന ക്രമത്തിൽ പ്രത്യേക കൗണ്ടിംഗ് ടേബിളുകൾ ഓരോന്നിനും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെയും ക്രമീകരിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കൃത്യതയോടെ നടത്തണം. വീഴ്ചയുണ്ടായാൽ നടപടിയുണ്ടാകും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാർക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വീഴ്ചയുണ്ടായാൽ നടപടി ഉണ്ടാകുമെന്നും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ പറഞ്ഞു. രാവിലെ 8-ന് പോസ്റ്റൽ വോട്ടുകളും 8:30 EVM വോട്ടിംഗ് മെഷീൻ എണ്ണിത്തുടങ്ങും. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പോവേണ്ടതുള്ളൂ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വോട്ടെണ്ണൽ ആദ്യം പൂർത്തിയാക്കിയാൽ അവാർഡ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ തെറ്റ് ചെയ്താൽ തീർച്ചയായും നടപടി ഉണ്ടാകും. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 140 റിട്ടേണിംഗ് ഓഫീസർമാരും 1340 അഡീഷണൽ റിട്ടേണിംഗ് ഓഫീസർമാരും 4208 സൂക്ഷ്മ നിരീക്ഷകരും 4208 കൗണ്ടിംഗ് സൂപ്പർവൈസറും 5563 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരും ഉൾപ്പെടെ ആകെ 15465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണലിൻ്റെ ഭാഗമാകുന്നത്. 32301 പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. NDA നേതാവിൻ്റെ വസതിയിൽ രഹസ്യ സന്ദർശനം നടത്തി VD സതീശൻ. ഒപ്പം സ്വർണ്ണപ്പാളി കേസിൽ പോലീസ് ചോദ്യം ചെയ്ത ആളും. മംഗലാപുരത്തെ NDA നേതാവിൻ്റെ വസതിയിൽ രഹസ്യ സന്ദർശനം നടത്തി VD സതീശൻ. JDS നേതാവ് VM ഫറൂഖിൻ്റെ വസതിയിലാണ് സന്ദർശനം നടന്നത്. മെയ് 1-നാണ് VD സതീശൻ സന്ദർശനം നടത്തിയത്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവില്ലാതെയാണ് സന്ദർശനം നടന്നത്. പിന്നാലെ മംഗലാപുരത്തെ കോൺഗ്രസിൽ അതൃപ്തി പുകയുണ്ടായി. ഹൈക്കമാൻഡിന് പരാതി നൽകിയെന്നാണ് സൂചന ഉള്ളത്. കർണാടകയിലെ BJPയുടെ പ്രധാന ഘടകകക്ഷിയായ JDS കൊച്ചിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് VD സതീശൻ യാത്ര നടത്തിയത്. സ്വർണ്ണപ്പാളി കേസിൽ പോലീസ് ചോദ്യം ചെയ്ത റജിയും ഒപ്പം ഉണ്ടായിരുന്നു. വിവാദമായതിന് പിന്നാലെ VD സതീശൻ്റെ യാത്രയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു. യാത്രാ വിവരങ്ങളാണ് പുറത്തു വന്നത്. സെക്യൂരിറ്റി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും പുറത്തായിട്ടുണ്ട്. മറ്റൊരു NDA നേതാവ് MLA മൊയ്തീൻ ബാവിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇടതുമുന്നണി പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തുടർഭരണം ഉണ്ടാകും TP രാമകൃഷ്ണൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നാളെ നടക്കാനിരിക്കെ ഇടതുമുന്നണി പൂർണ്ണ ആത്മവിശ്വാസത്തിലാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇവിടെ LDFനെതിരെ യാതൊരു നെഗറ്റീവും ഇല്ലെന്നും തുടർഭരണം ഉണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോടായി പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പേരാമ്പ്രയിൽ നല്ല വിജയം ഉണ്ടാകുമെന്നും ഫലത്തെ സംബന്ധിച്ച് ആശങ്കയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് പോലെയല്ല, ഇടതുമുന്നണിക്ക് ഒരു നെഗറ്റീവും ഇല്ല. വികസന കാര്യത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് LDF സർക്കാർ ചേർത്ത് പിടിച്ചു. രാഷ്ട്രീയം തിരിച്ച് ആരോടും സർക്കാർ വിവേചനം കാണിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു.
അതോടൊപ്പം ബേപ്പൂരിൽ PV അൻവർ തോൽക്കും എന്ന കാര്യം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. തല മൊട്ടയടിക്കും, കമ്മിടും എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് കാര്യമാക്കുന്നില്ല. അദ്ദേഹം മൊട്ടയടിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാടെന്നും TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തെത്തുമെന്ന് UDF നേതാക്കളും വ്യക്തമാക്കി. തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ കൂറ്റൻ പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. നേതാക്കളാകെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് 7 സീറ്റെങ്കിലും പിടിക്കും എന്ന് NDA നേതാക്കളും വ്യക്തമാക്കി. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധന. കേന്ദ്ര നയം തിരുത്തപ്പെടണം. പാചകവാതക വില വർധനക്കെതിരെ മുഖ്യമന്ത്രി. പാചകവാതക വില ഒറ്റയടിക്ക് കൂട്ടിയ കേന്ദ്ര സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാചകവാതകത്തിന് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ വില വർധന ജനജീവിതത്തെ അതിഗുരുതരമായി ബാധിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വാണിജ്യ LPG സിലിണ്ടർ വില ഒറ്റയടിക്ക് 993 രൂപയോളം വർദ്ധിപ്പിച്ചത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയെ തകർക്കുന്ന നടപടിയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ് സർക്കാർ വില വർദ്ധിപ്പിച്ചത്. ജനജീവിതത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയ തീരുമാനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം മാസങ്ങളായി പാചകവാതകം ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ വ്യവസായ മേഖലയ്ക്ക് അന്യായമായ ഈ വില വർധന താങ്ങാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എണ്ണ കമ്പനികളുടെ ലാഭം മാത്രം മുൻനിർത്തി ജനങ്ങളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ടെണ്ണൽ നാളെ കൗണ്ട് ഡൗൺ തുടങ്ങി. ഇതാ കാത്തിരിപ്പിന്റെ ദൂരം ഇനി ഒറ്റനാൾ മാത്രം. 3 ആഴ്ച നീണ്ട കാത്തിരിപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി വോട്ടെണ്ണൽ ദിനമായ തിങ്കളാഴ്ച അറിയാം. ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടക്കും. തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചാലാച്ചിന്റെ തലശ്ശേരി ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിലാണ് ജില്ലയിലെ വോട്ടെണ്ണുന്നത്. തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി, പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ മണ്ഡലങ്ങളിലെ വോട്ടാണ് എണ്ണുക. ചാലാച്ചിണ്ടക്കൽ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണും. ബ്രണ്ണം കോളേജിൽ, തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. 15 മിനിറ്റിനകം ട്രെൻഡ് ഉച്ചയ്ക്ക് മുൻപേ ഫലപ്രഖ്യാപനം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വോട്ടെണ്ണൽ ആരംഭിച്ച് 15 മിനിറ്റിനകം ആദ്യ ഫല സൂചനകൾ അറിയാനാകും. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. രാവിലെ 8-ന് എണ്ണാൻ തുടങ്ങും. തപാൽ ബാലറ്റുകൾ എണ്ണാൻ തുടങ്ങി 30 മിനിറ്റ് കഴിഞ്ഞാൽ സമാന്തരമായി വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണും. എല്ലാ കേന്ദ്രങ്ങളിലും മീഡിയ സെന്ററുകൾ പ്രവർത്തിക്കും. രാവിലെ 5-ന് വോട്ടെണ്ണലിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ 3ാം ഘട്ട റാൻഡമൈസേഷൻ നടക്കും. രാവിലെ 6-ന് സ്ട്രോങ് റൂം തുറക്കും. ജില്ലയിലെ EDP ട്രാൻസ്മിറ്റ് പോസ്റ്റൽ ബാലറ്റ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപ് ഹാളിൽ എത്തിക്കും. 4-ന് രാവിലെ വരെ ലഭിക്കുന്ന EDP സ്വീകരിക്കും. EVM വോട്ടെണ്ണി കഴിഞ്ഞാൽ ഓരോ മണ്ഡലത്തിലെയും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന 5 മെഷീനുകളിലെ VVPAT സ്ലിപ്പ് എണ്ണും. വോട്ടെണ്ണലിന് 14 മേശകൾ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ 14 വീതം EVM എണ്ണ മേശകൾ ഉണ്ടാകും. തപാൽ ബാലറ്റ് എണ്ണുന്നതിന് പയ്യന്നൂർ 10, കല്യാശ്ശേരി 7, തളിപ്പറമ്പ് 10, ഇരിക്കൂർ 8, അഴീക്കോട് 5, കണ്ണൂർ 6, ധർമ്മടം 8, തലശ്ശേരി 6 എന്നിങ്ങനെ മേശകൾ ഒരുക്കും. റൗണ്ട് അടിസ്ഥാനത്തിലാണ് വോട്ടെണ്ണുക. തപാൽ വോട്ടെണ്ണുന്ന മേശകൾ ഓരോ ARമാരുടെ നിയന്ത്രണത്തിലാണ്. ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലുമായി 154 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണൽ മേശകളുണ്ട്. തപാൽ ബാലറ്റ് എണ്ണുന്നതിനും 83 മേശകൾ സജ്ജീകരിക്കും. EVM പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്ന മേശയ്ക്ക് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥർ വീതം കൗണ്ടിംഗ് സൂപ്പർവൈസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ വീതം മൈക്രോ ഒബ്സർവറായും ഉണ്ടാവും. EVM മേശയ്ക്ക് ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ് ഉണ്ടാകും. പോസ്റ്റൽ ബാലറ്റ് ടേബിളിന് ഗസറ്റഡ് ഉദ്യോഗസ്ഥരായ 2 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരുണ്ട്. 1138 ജീവനക്കാർ, 341 സൂപ്പർവൈസർമാർ, 456 അസിസ്റ്റന്റുമാർ, 341 മൈക്രോ ഒബ്സർവർമാർ എന്നിങ്ങനെ വോട്ടെണ്ണുന്നതിന് 1138 ജീവനക്കാരെ ചുമതലപ്പെടുത്തി. കൗണ്ടിംഗ് മേശകൾ ബാരിക്കേഡ് ഉപയോഗിച്ച് വേർതിരിക്കും. ബാരിക്കേഡിന് പുറത്തു നിന്നും ഏജന്റുമാർക്ക് വോട്ടെണ്ണുന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കാനാകും. മൊബൈൽ പാടില്ല. നിരീക്ഷകൻ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, വരണാധികാരി, ഉപവരണാധികാരി, വോട്ടെണ്ണലിന് നിയോഗിച്ച ജീവനക്കാർ, സ്ഥാനാർത്ഥി, ഇലക്ഷൻ ഏജന്റ് എന്നിവർക്ക് മാത്രമാണ് വോട്ടെണ്ണുന്ന ഹാളിൽ പ്രവേശനം അനുവദിക്കുക. അതീവ സുരക്ഷാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കളക്ടർ അരുൺ കെ വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു.
സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പയ്യന്നൂർ, തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അതീവ സുരക്ഷ ഒരുക്കുമെന്ന് പോലീസ് അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും കനത്ത പോലീസ് കാവലുണ്ടാകും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ പരിസരത്ത് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് 100 മീറ്റർ പരിധിയിൽ പോലീസ് ബാരിക്കേഡ് ഉയർത്തി സുരക്ഷാ കവചം ഒരുക്കും. ഒരു വാഹനവും ഇവിടെ നിന്നും കടത്തിവിടില്ല. രണ്ടാമത്തെ സുരക്ഷാ വലയം വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ ഗേറ്റിൽ സംസ്ഥാന ആംഡ് പോലീസിന്റേതാണ്. ഇവിടെയും പരിശോധനയുണ്ടാകും. മൊബൈൽ ഫോൺ, ഐപാഡ്, ലാപ്ടോപ്പ്, സമാന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, റെക്കോർഡിംഗ് ഉപകരണങ്ങൾ എന്നിവ വോട്ടെണ്ണൽ ഹാളിൽ അനുവദിക്കില്ല. വോട്ടെണ്ണൽ ദിനം രാത്രി 9 വരെയാണ് പ്രകടനത്തിനും മറ്റും അനുമതി. പടക്ക വിൽപ്പനശാലകൾ അടച്ചിടണമെന്നും നിർദ്ദേശമുണ്ട്. അർബുദത്തെ അറിയാം, ഭീതി അകറ്റാം സെമിനാർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ ആരോഗ്യ വിഷയ സമിതിയുടെ നേതൃത്വത്തിൽ അർബുദത്തെ അറിയാം, ഭീതി അകറ്റാം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പരിഷത്ത് ഭവനിൽ നടന്ന പരിപാടി വിഷയസമിതി ചെയർമാൻ ഡോക്ടർ സരിൻ SM ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ദിവ്യ VS ക്ലാസ് എടുക്കുകയും സദസ്സിനെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. ജില്ലാ കൺവീനർ KN രവീന്ദ്രനാഥ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സംസ്ഥാന ആരോഗ്യ വിഷയ സമിതി അംഗം K ഹരിദാസ് അധ്യക്ഷനായി. ജെൻഡർ വിഷയ സമിതി കൺവീനർ വനജ ടീച്ചർ നന്ദി പറഞ്ഞു. പട്ടുവം സെന്റ് ലൂക്ക് ഓർഫനേജിൽ റൂട്ട് സെറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സ്നേഹവിരുന്ന്. റൂട്ട് സെറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന RTയുടെയും സാമൂഹിക ഉത്തരവാദിത്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി പട്ടുവം സെന്റ് ലൂക്ക് ഓർഫനേജിലെ അന്തേവാസികളോടൊപ്പം ഒരു ദിവസം ചിലവഴിച്ചു. സന്തോഷവും സ്നേഹവും പങ്കിടുകയും അവരുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. ഡയറക്ടർ ദീപക് കൃഷ്ണൻ ആശംസകൾ നേർന്നു. റൂട്ട് സെറ്റിന്റെ ചരിത്രവും പ്രവർത്തന രീതികളും ഓർഫനേജിലെത്തി അന്തേവാസികളുമായി പങ്കുവച്ചു. ചടങ്ങിൽ RTA പ്രസിഡന്റ് ബാബു VCL, സെക്രട്ടറി സുരാഗ്, വിജേഷ് എന്നിവർ സംസാരിച്ചു. സിസ്റ്റർ മാരിനോസ് നന്ദി രേഖപ്പെടുത്തി. ഉച്ചഭക്ഷണത്തിനു ശേഷം വിവിധ കലാപരിപാടികൾ അന്തേവാസികളും പങ്കുചേർന്നു. റൂട്ട് സെറ്റ് സംരംഭകൻ വിജേഷ് തുടങ്ങിയ പുതിയ സംരംഭം റോയൽ മഷ്റൂമിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഡയറക്ടർ ദീപക് കൃഷ്ണൻ നിർവഹിച്ചു. സിസ്റ്റർ മെരിനോ അന്തേവാസികൾക്ക് വേണ്ടി മഷ്റൂം ഏറ്റുവാങ്ങി. ഓർഫനേജ് അന്തേവാസികൾക്കും RTA അംഗങ്ങൾക്കും ഹൃദയസ്പർശമായ ഒരു അനുഭവമായിരുന്നു സ്നേഹസംഗമം. കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കുക, കയ്യേറ്റവും തടയുക. പരിഷത്ത് കൺവെൻഷൻ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ പ്രവർത്തക കൺവെൻഷൻ കണ്ണൂർ പരിഷത്ത് ഭവനിൽ നടന്നു. കേന്ദ്ര നിർവാഹക സമിതി അംഗം TK ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV ജയശ്രീ ടീച്ചർ ഭാവി പ്രവർത്തന രേഖ അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. അംഗത്വ പ്രവർത്തനം എല്ലാ യൂണിറ്റുകളിലും മെയ് 10-നുള്ളിൽ പൂർത്തിയാക്കും. മാസിക പ്രചരണം മറ്റു വിഷയ സമിതി പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനമായി നടത്തും. ചർച്ചയിൽ ഉന്നയിച്ച ചോദ്യങ്ങളിൽ PV ജയശ്രീ ടീച്ചർ മറുപടി നൽകി. മേഖലാ പ്രസിഡന്റ് P ധർമ്മന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സതീശൻ കസ്തൂരി, PV മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി K സുരേഷ് ബാബു സ്വാഗതവും ട്രഷറർ M പ്രസാദ് നന്ദിയും പറഞ്ഞു. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കണ്ടൽക്കാടുകൾ സർക്കാരിന്റെ സംരക്ഷണയിൽ കൊണ്ടുവരാൻ ഉടൻ തയ്യാറാകണമെന്നും കണ്ടൽക്കാടുകളിലെ കയ്യേറ്റങ്ങൾ തടയാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കണ്ണൂർ മേഖലാ കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന ജേർണലിസ്റ്റ് വോളി 1000 വോളി താരങ്ങളെ ആദരിച്ചു. ഓരോ സ്മാഷും ലഹരിക്കെതിരെ എന്ന സന്ദേശവുമായി മെയ് 3-ാം വാരം കണ്ണൂരിൽ നടക്കുന്ന കണ്ണൂർ പ്രസ് ക്ലബ് തുളസി ഭാസ്കരൻ സ്മാരക സംസ്ഥാന ജേർണലിസ്റ്റ് വോളി സീസൺ 7 ടൂർണമെന്റിന്റെ ഭാഗമായി 1000 ആദരവ് സംഗമം നടത്തി. 1000 വിദ്യാമിത്രം UP സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല വോളിബോൾ കളിക്കാരൻ PC ഇബ്രാഹിം, താരങ്ങളായ PK ബിജേഷ്, PP രേഷ്മ, KR കിഷോർ, അബ്ജിത് V പ്രകാർ എന്നിവരെ M വിജിൻ MLA ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ കേരള പത്രപ്രവർത്തകൻ യൂണിയൻ ലഹരിക്കെതിരെ നടത്തിവരുന്ന ബ്രേക്കിംഗ് ദ സ്കാനർ MLA വിദ്യാമിത്രം UP സ്കൂൾ വിദ്യാർത്ഥികൾക്കും വോളിബോൾ താരങ്ങൾക്കും കൈമാറി. പരിപാടിയിൽ കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത് പുത്തലത്ത്, വോളിബോൾ കോച്ച് കമൽകുമാർ, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ P നാരായണൻ, VP ബിന്ദു, മുബഷീർ ആലക്കാട്, M മധു, സംഘാടകനായ ജബ്ബാർ, മൊബൈൽ സിറ്റി, ഷമീർ ഊർപ്പള്ളി എന്നിവർ സംസാരിച്ചു. വിദ്യാമിത്രം UP സ്കൂൾ പ്രധാനാധ്യാപകൻ KC മനോജ് കുമാർ സ്വാഗതവും കണ്ണൂർ പ്രസ് ക്ലബ് K സതീശൻ നന്ദിയും പറഞ്ഞു. കണ്ണൂരിനെ നടുക്കി വാഹന അപകട ദുരന്തം. ഊട്ടി യാത്രയിൽ 3 പേർക്ക് ദാരുണ അന്ത്യം.
കണ്ണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാർ കർണാടകയിലെ ഗുണ്ടൽപേട്ടിന് സമീപം അപകടത്തിൽപ്പെട്ട് 3 പേർക്ക് ദാരുണാന്ത്യം. കണ്ണൂർ സിറ്റി വെത്തിലപ്പള്ളി പാൽ സൊസൈറ്റിക്ക് സമീപം സൗദിയിൽ ജോലി ചെയ്യുന്ന സഫീഖിൻ്റെ ഭാര്യ മുനീറ 45, മുനീറുടെ മകളുടെ ഭർത്താവ് മലപ്പുറം മമ്പുറം സ്വദേശി മുനീർ 30, മുനീറുടെ മൂത്ത മകളുടെ കുട്ടി മോഹിസ് സിദാൻ 3.5 എന്നിവരാണ് മരിച്ചത്. തലശ്ശേരിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് 7-അംഗ കുടുംബം ഇന്നലെ രാത്രി ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ലോറിയുമായി ഇടിച്ചാണ് അപകടമുണ്ടായതാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. ഞായറാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഏറെ പരിശ്രമിച്ചാണ് കാർ വെട്ടിപ്പൊളിച്ച് യാത്രക്കാരെ പുറത്തെടുത്തത്. മോഹിസ് സിദാൻ ചാമരാജ് നഗർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിച്ചത്. ഗുണ്ടൽപേട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു സംഭവം. കാറിലുണ്ടായിരുന്ന മറ്റ് 4 പേർക്ക് പരിക്കേറ്റുണ്ട്. ഇവരെ ചാമരാജ് നഗർ മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.